ഇന്ന് നമുക്ക് വൈകുന്നേരം ചായൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. കുട്ടിക്കാലത്തെ മിക്കവാറും ദിവസങ്ങളിൽ അമ്മ ഉണ്ടാക്കുന്ന സ്ഥിരം പലഹാരമായിരുന്നു ഇത് കേട്ടോ. നമ്മുടെ വയണയിലപ്പമാണേ. ഞങ്ങളിവിടെ ഈ ഇലയ്ക്ക് വയണയില എന്നാണ് കേട്ടോ പറയുന്നത്. അന്ന് വീട്ടിൽ വയണയില ഇല്ലായിരുന്നത് കൊണ്ട് പറമ്പിലൊക്കെ പോയി പിച്ചിക്കൊണ്ട് വന്നിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുറ്റത്ത് ചെറിയൊരു മരം നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കാറുമില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ചേർത്തുണ്ടാക്കുമ്പം നല്ല രുചിയുമാണേ. പക്ഷെ നമുക്കിന്ന് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്തിരി ശർക്കര, ഗോതമ്പ് പൊടി, ജീരകം, ഏലക്കായ, കുറച്ച് ഉണക്കമുന്തിരിങ്ങ, ഇത്രയും മാത്രമേ നമ്മൾ ചേർത്തുള്ളൂ കേട്ടോ. ഉണക്കമുന്തിരിങ്ങ വെറുതെ ഇട്ടതാണേ. കുറച്ച് പഴവും നെയ്യും തേങ്ങയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രുചിയാട്ടോ. ഈ ഇലയ്ക്കകത്ത് ഈ സാധനങ്ങളെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുത്തിട്ട് ഇതേപോലെ പരത്തി വെച്ച് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് കുമ്പിൾ കുത്തിയും ഇതുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുമ്പിളപ്പം എന്നും ഇതിന് പറയും കേട്ടോ. ഈർക്കിലൊക്കെ കുത്തിയിട്ട് ഇഡലിച്ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കുകയെ. എങ്ങനെയായാലും നല്ല മണവും രുചിയുമുള്ള ഒരൈറ്റമാണേ. സാധനങ്ങളൊന്നും ചേർക്കാനില്ലെങ്കിലും നല്ല മണവും രുചിയും കൊടുക്കാനുള്ളൊരു കഴിവ് ഈ ഇലയ്ക്കുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഇലയ്ക്ക് എന്ത് പേരാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ? അപ്പോൾ നമുക്ക് ഇതായിരുന്നു കേട്ടോ വൈകിട്ട് കഴിക്കാനായിട്ട്. ഇത് 2 ദിവസം വെച്ചിരുന്ന് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നാളിന് ശേഷം എനിക്കിഷ്ടമുള്ളൊരു പലഹാരം ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.